ഹലോ ഗൈസ്, അപ്പോൾ ഏകദേശം 2-2.5 കിലോളം തൂക്കം വരുന്ന വാഹബരാലിനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വലയിൽ കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ. അപ്പോൾ ഇവനാണ് നമ്മൾ പറഞ്ഞ ഐറ്റം. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ ഒരു മുതലാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ മീൻ കിട്ടിയ ദിവസം എന്ന് പറയുന്നത് ഏട്ടൻ നാട്ടിലെത്തിയതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസം തന്നെ നമ്മൾ രാത്രി മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ നമ്മൾ ആദ്യം തന്നെ പോകാറുള്ളത് വയമ്പിനെ പിടിക്കാനായിട്ട് പാടത്തേക്കാണ് കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ സ്ഥലം മാറ്റിയിട്ടുണ്ട്. ഇത് എന്ന് പറയുന്നത് ഒരു പുഴയാണ് കേട്ടോ. പിന്നെ ഈ വീശാൻ കൊണ്ടുപോകുന്ന വല എന്ന് പറയുന്നത് ഒരു 5-6 വർഷത്തിന് മുകളിലായിട്ടുണ്ട് കേട്ടോ നമ്മൾ വാങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കീറിയിട്ടുണ്ടായിരുന്നു, ഡാമേജ് ആണ് കേട്ടോ. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വല വീശുന്നതൊക്കെ. വിരിയട്ടെ. അവിടെ ഉണ്ടാവും ചിലപ്പോൾ. മേടിക്കാലോ, അവിടെ നിൽക്കണോ? ഭാഗ്യ പോയിട്ടാ കീറിട്ട് എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് കേട്ടോ നമുക്ക് ആ വാഹബരാലിനെ അങ്ങോട്ട് കിട്ടിയത്. എന്താ വെച്ചാൽ നമ്മുടെ വല ഒന്നും കൂടി ഒന്ന് കീറിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വീശലിൽ കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ വല വീശാൻ പോയിട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത 2-3 മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ഈ വാഹബരാലും പിന്നെ നമുക്ക് കരിപ്പിടീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ കരിപ്പിടീനെ ചൂണ്ടിയിട്ടാണ് പിടിക്കാറ്. ഇപ്രാവശ്യം നമുക്ക് വലയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഈ കാണുന്ന കടുവാണ്, അതും നമുക്ക് ചൂണ്ടലും തന്നെ കിട്ടാറ് കേട്ടോ. ആദ്യമായിട്ടാണ് വലയിൽ കിട്ടിയിട്ട് കാണുന്നത് കേട്ടോ. കടുവിന് പിന്നെ കൊമ്പുള്ളത് കൊണ്ട് തന്നെ കുറച്ച് സൂക്ഷിച്ച് വേണം കേട്ടോ കൈകാര്യം ചെയ്യാനായിട്ട്. എല്ലായിടത്തും ഇതിൻ്റെ പേര് ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇവിടെ എപ്പം മീൻ പിടിക്കാൻ വന്നാലും ഈ പൂച്ച ഇവിടെ സ്ഥിരമാണ് കേട്ടോ. ഇത് ഒറ്റയ്ക്കല്ല, വേറെ ഒരെണ്ണം കൂടി ഉണ്ടാവാറുണ്ട്. ഇപ്പം ആൾ ഒറ്റയ്ക്കാണ് വന്നിട്ടുള്ളത്. മീൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആൾ എത്തിയിട്ടുള്ളത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നൈസായിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയിട്ടോ.
ഇവിടെ വന്ന് വല വീശിയിൽ നമുക്ക് കുറച്ച് വലിപ്പമുള്ള ഒരു പരലിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലറ ചില്ലറ ചെറിയ മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും എനിക്ക് ഉറക്കമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മീൻപിടുത്തൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വീട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് കിട്ടിയ വാഹബ്രാല് അത്യാവശ്യം ഉഷാറുള്ളത് കൊണ്ട് തന്നെ അതിന് നമ്മളൊരു പാത്രത്തിൽ ഇട്ട് വയ്ക്കാന്ന് വിചാരിച്ചു കേട്ടോ, വെള്ളമൊക്കെ ഒഴിച്ചിട്ട്. അങ്ങനെ അതേ കുറച്ചധികം മുങ്ങി കിടക്കാനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആളിത് ഉഷാറായിട്ടുണ്ട് കേട്ടോ. പുറത്തേക്ക് ചാടി പോകാണ്ടിരിക്കാൻ വല വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് മൂടിയിടുന്നുണ്ട്. പിന്നെ ഒന്ന് കയറ് വെച്ച് സെറ്റ് ചെയ്ത് കെട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള മീൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മീൻപിടുത്തത്തിൻ്റെ വ്ളോഗ് ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുക. ബാക്കി വിശേഷങ്ങളായിട്ട് പിന്നെ വരാം. ഓക്കെ, ബൈ.